തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന 12-കാരനടക്കം 5 പേർക്കാണ് ഡാലിയ പുതുജീവൻ നൽകിയിരിക്കുന്നത്. ഡാലിയയുടെ മസ്തിഷ്ക മരണം ഇന്നലെയാണ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അവർക്ക് മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടായി. തുടർന്ന് വെന്റിലേറ്ററിലായിരുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ചപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശങ്ക അവരുടെ ബന്ധുക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്ക പിന്നീട് 5 പേരുടെ ജീവന് ഉതകുന്ന രീതിയിലുള്ളൊരു തീരുമാനത്തിലേക്ക് വഴിമാറുകയായിരുന്നു. കുറേ പേർക്ക് ഇപ്പോൾ ഒരു ജീവൻ കിട്ടുന്നൊരവസ്ഥയിലേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളെ ബന്ധുക്കൾ ഈ ഒരു അവസ്ഥയെ ഉൾക്കൊണ്ടത്? ആദ്യം ഇത് പറയുമ്പോൾ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ഡോക്ടർ ജസ്റ്റ് സൂചിപ്പിച്ചു വെന്റിലേറ്ററിലാണ്, ക്ലിനിക്കലി ബ്രെയിൻ ഡെഡ് ആണ്. അപ്പോൾ 2 രീതിക്ക് വെന്റിലേറ്ററിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഒന്ന്, ആൾ സ്വന്തമായിട്ട് മരണപ്പെടണം, അല്ലെങ്കിൽ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണമെന്ന്. അപ്പോൾ ഞാൻ ശരിക്കും ഡോക്ടറാണ്, MBBS കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഞാനിത് വന്നിട്ട് എല്ലാവരോടും സംസാരിച്ചപ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. പക്ഷേ ഇത് അറിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും ഓക്കെ ആയിരുന്നു. എന്നുവെച്ചാൽ നമുക്കോ നഷ്ടപ്പെട്ടു, നമ്മൾ കാരണം ആർക്കെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവട്ടെ, എത്രയോ ആൾക്കാർക്ക് ഗുണം ഉണ്ടാവട്ടെ എന്നുള്ള രീതി ഫാമിലി മൊത്തം സപ്പോർട്ടുമായിരുന്നു. മക്കളാണെങ്കിലും ചേട്ടനാണെങ്കിലും എല്ലാവരും സപ്പോർട്ടുമായിരുന്നു, ചെയ്യാൻ റെഡിയായിരുന്നു. ഡിൻസി ഒരു ഡോക്ടർ ആയതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ അറിയാം. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു മാനസികാവസ്ഥ? എങ്ങനെ അവരെയൊക്കെ ഒന്ന് പറഞ്ഞ് അവയർനെസ് ഉണ്ടാക്കിയത് എങ്ങനെയായിരുന്നു? എന്നുവെച്ചാൽ നമ്മളെല്ലാവരും ശരിക്കും പുള്ളിക്കാരി പണ്ട് തൊട്ടേ എല്ലാവർക്കും സഹായിക്കുകയും സ്കൂളിലാണെങ്കിലും കുട്ടികളോടും നല്ല രീതിക്ക് സമൂഹ പ്രവർത്തനം എല്ലാം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ആൾ വിട്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലായിരുന്നു. ഞങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും അറിയാണ്ട് പെട്ടെന്നുള്ള ഒരു ഇൻസിഡൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമുക്ക് ചെയ്യേണ്ട കാര്യം ചെയ്യണം. അങ്ങനെ എന്നോട് പറഞ്ഞു. ഞാനത് കൺവേ ചെയ്തപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അതാണ് ശരിയെന്ന് തോന്നി. അത് പറഞ്ഞു. എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായിരുന്നു. ഫാമിലിയിൽ എല്ലാവരും തന്നെ റെഡിയായിരുന്നു. ആരും ഒരു തടസ്സം പറഞ്ഞില്ല. പുള്ളിക്കാരിക്ക് ലൈക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് തന്നെ ഡിസൈഡ് ചെയ്യുമെന്ന് ഞാൻ. ആ ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു? അതും കൂടെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരോടും, എല്ലാവർക്കും ഒരാവശ്യം വരുമ്പോൾ ചേച്ചി നിന്നിട്ടുണ്ട്. എല്ലാവരുടെ കാര്യത്തിനും, ബന്ധുക്കളാണെങ്കിലും ഫാമിലി അല്ലെങ്കിൽ സ്റ്റുഡൻസ്, നാട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടി ആൾ നിന്നിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരി ഇത് തന്നെ ആയിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട്. അധ്യാപികയായിരുന്നു. ബാക്കി കാര്യങ്ങളൂടെ എത്ര കുടുംബത്തെക്കുറിച്ച് കൂടി ഡാലിയുടെ? ചേട്ടനുണ്ട്, ഹസ്ബൻഡും 2 മക്കളുമാണ്. അമ്മയും കൂടെ ജീവിക്കുന്നുണ്ട്. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കൾ എത്ര വയസ്സാണ്? ഒരാൾക്ക് 23 വയസ്സ്, ഒരാൾക്ക് 19 വയസ്സ്. ഒരാൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു. ഒരാൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുമായിട്ട് ഡിൻസി സംസാരിച്ചിരുന്നില്ലേ മക്കളുമായിട്ട്? അവരെ സത്യം പറഞ്ഞാൽ എനിക്ക് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നേലും 2-3 വയസ്സും ഇളയതാണ് അവർ. അപ്പം എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇതുവരെ സംസാരിച്ചില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഈ ഡിൻസി ഡാലിയുടെ കസിൻ സിസ്റ്ററാണ്. സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വലിയ ഒരു കാര്യമാണ് ഡാലിയ ചെയ്തിരിക്കുന്നത്. അവരുടെ ജീവിതം എങ്ങനെയാണോ അതുപോലെ തന്നെ അവരുടെ ഈ ഒരു മരണത്തിൽ പോലും അത് 5 പേർക്ക് അല്ലെങ്കിൽ 6 പേർക്ക് ജീവൻ നൽകിക്കൊണ്ടാണ് അവർ ഒരു വലിയ മാതൃക ഈ ലോകത്തിന് മുമ്പിൽ കാണിക്കുന്നത്. ക്യാമറമാൻ TR ഷാനൊപ്പം NK ഗിരീഷ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.